ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. വലിയ എക്സാം ഒരു എല്ലാ മെയിൻ സബ്ജക്റ്റും അത്യാവശ്യം എല്ലാം കഴിഞ്ഞു. ഇനി ഹിന്ദി, പിന്നെ മാത്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, കമ്പ്യൂട്ടർ സയൻസൊക്കെ കമ്പ്യൂട്ടറിനുണ്ട്, പിന്നെ ഇംഗ്ലീഷ് +1 ഇംഗ്ലീഷ്. ഇതും കൂടെ കഴിഞ്ഞാൽ +2 ലൈഫ് തീർന്നു. അപ്പോൾ ഇന്നത്തെ +2 മാത്സ് എന്തുവാ പറയണമെന്ന് വെച്ചാൽ, ലൈക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒത്തിരി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ ടഫ് പേപ്പർ തന്നെ ആയിരിക്കും. പക്ഷേ ടഫ് ആക്കിയ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ചിരി വരും. കാരണം വെച്ചാൽ 3Dയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല. ലൈക്ക് നമ്മൾ ആ ലെവലിൽ ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. എനിക്കങ്ങനെ വലിയതായിട്ട് ചെയ്യാൻ പറ്റി. ലൈക്ക് അത് ഞാൻ കുറേ നേരം ചിന്തിച്ച് അങ്ങനെ ആ സമയം പോയത്, ആ നശിച്ച ക്വസ്റ്റ്യൻ കാരണം തന്നെയാണ് എൻ്റെ എന്താ പറയുക സമയം മൊത്തം പോയത്. പിന്നെ എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ചിന്തിച്ചിരുന്ന് ഇത് ചെയ്യണോ അത് ചെയ്യണോ അതോ ഇത് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഈ രണ്ട് എക്സാം ഫിസിക്സ് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. മാത്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഫിസിക്സ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മാത്സ് എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എന്നുവെച്ചാൽ നമ്മളൊരു വർക്ക് ചെയ്തു. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ആവറേജ് പേപ്പർ, ആവറേജ് ഈസി ആണെങ്കിലും ഒരു ഈസി എന്ന് തന്നെ പറയണേ. പക്ഷേ ഒരു മെയിൻ വില്ലനായിട്ട് എനിക്ക് നിന്ന് തോന്നിയെന്ന് വെച്ചാൽ ടൈം തന്നെയായിരുന്നു. ടൈമെന്ന് വെച്ചാൽ ഇങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. ഒരു ക്വസ്റ്റ്യൻ അറിയാവുന്ന ക്വസ്റ്റ്യനൊക്കെ കുറച്ചൊക്കെ തെറ്റി, ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് ടൈം ഭയങ്കരമായിട്ടൊരു ഇഷ്യൂ ആയിരുന്നു. അത് തന്നെ ഒരു വലിയ പ്രശ്നമായി. പിന്നെയെന്ന് പറയുന്നത്, നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റർ നമുക്ക് എങ്ങനെയെങ്കിൽ ടഫാക്കിയാൽ നമുക്കറിയാം ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ കഴിയും. പക്ഷേ ബാക്കിയുള്ള ചാപ്റ്ററിനൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ 3D ബെറ്ററിൽ നിന്ന് ഡയറക്റ്റ്, അതായത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം എനിക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യാറുണ്ട്. കാരണം അത് അത്യാവശ്യം നോക്കിക്കൊണ്ട് പോയി അത്യാവശ്യം ക്വസ്റ്റ്യൻ ചെയ്തിട്ടും നമുക്ക് അതിൽ നിന്ന് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇച്ചിരി ചരിവായി പോയെന്ന് എനിക്ക് സംശയമുണ്ട്. ആ ഒരു ഭാഗം ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സമയം നല്ലപോലെ പോയായിരുന്നു. വെപ്രാളം പിടിച്ചായിരുന്നു മെട്രിക്സും ഡിറ്റർമിനൻസും ഒക്കെ ചെയ്തത്. അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് ഭയങ്കരമായിട്ട് നമ്മളൊരു എഫേർട്ട് ഇട്ടു, അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെന്ന് ചോദിച്ചാൽ ലൈക്ക് ഇതിനും പേരം എനിക്ക് +1 ആയിട്ടാണ് തോന്നി. കാരണം +1 ഞാൻ സത്യം പറയാനുള്ള ഞാൻ തലേദിവസം ഈ +2 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ജനുവരി തൊട്ട് അത്യാവശ്യം കുറച്ച് +2 ആദ്യം തൊട്ട് പഠിക്കുമായിരുന്നു. പിന്നെ എവിടെ എന്തൊക്കെയോ പറ്റി, ഇടയ്ക്ക് എന്തോ പറ്റി, പിന്നെ ഫുള്ള് പോയി. പിന്നെ വീണ്ടും മേക്കപ്പ് ചെയ്ത് ഞാൻ ജനുവരി തൊട്ട് ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും എന്നാലും +1 വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വർക്ക് ചെയ്തിട്ടേ ഇല്ല +1. പക്ഷേ +2 വർക്ക് ചെയ്തോന്ന് ചോദിച്ചാൽ ഞാൻ പറയും വർക്ക് ചെയ്തു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഡിഫറൻസ് വരും. കാരണം +2 മാർക്ക് കുറവെന്നാൽ എനിക്ക് നല്ല പേടിയുണ്ട്. നല്ല പേടി വെച്ചാൽ അത്യാവശ്യം മാർക്ക് കുറയും. എക്സ്പെക്ട് ചെയ്ത മാർക്കൊന്നും കിട്ടുന്നില്ല. ലൈക്ക് മാത്സ് ചെയ്യാൻ ഈസി ആവും തന്നെ എനിക്ക് അറിയാമായിരുന്നു. കാരണം വെച്ചാൽ ഈസി മോഡറേറ്റ് ലെവലായിരിക്കും പേപ്പർ. കാരണം എനിക്ക് അറിയാമായിരുന്നു. കാരണം വെച്ചാൽ +1 കുറേ പിള്ളേർ ഫെയിലായിരുന്നു. ഈ ഒരു ഡിഫിക്കൽട്ടി ലെവലാണ് +1. അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും +2 ഡിഫിക്കൽട്ട് ആയിക്കഴിഞ്ഞാൽ കൂട്ടത്തോൽവി നടക്കുമെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന എവിടെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ബോധമൊക്കെ ആക്കി മനസ്സിലാവുമല്ലോ. അപ്പോൾ എനിക്കൊരു അറിയാം ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം ഈസി ലെവലൊക്കെ ആവും. പക്ഷേ ഇവിടെ ഈസി ആണെന്ന് ചോദിച്ചാൽ ഈസിയാണ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ ഭയങ്കര കൺഫ്യൂസിങ്. ലൈക്ക് ആപ്ലിക്കേഷൻ ഡയറക്റ്റീവ്സിന് മാക്സിമം മിനിമം ചോദിക്കാം, അബ്സല്യൂട്ട് മിനിമം ചോദിക്കാം. അതൊന്നും ചോദിച്ചില്ല. അത് ഭയങ്കരമായിട്ട് അതിന് വരെ മറ്റേ ഷോർട്ട് ആറ്റ് റെക്ടാങ്കിൾസ് അങ്ങനെ എന്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊക്കെ കുറച്ച് വളരെ കൺഫ്യൂസിങ് ഉണ്ടായിരുന്നു. പിന്നെയുള്ള 3D ബെറ്ററും ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് ആ ടൈപ്പ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്നാൽ നമുക്ക് ഒരു ഇത് വരത്തുള്ളൂ. പെട്ടെന്നൊരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ എനിക്കങ്ങനെ തോന്നുന്നില്ല. ലൈക്ക് ഞാനൊരു വർക്ക് ചെയ്തോന്ന് ചോദിച്ചാൽ ലൈക്ക് ഞാൻ +2 ഫിസിക്സ് കെമിസ്ട്രി ശരിക്കും പിന്നെ ഡൗൺ ആയിരുന്നു. ഈ ഡൗൺ ആയ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നെ പറ്റുന്നില്ല. ഞാൻ ലൈക്ക് പിന്നെ ഭയങ്കരമായിട്ട് 2-3 ദിവസം ഉഴപ്പി. പിന്നെ വീണ്ടും ഒന്ന് വർക്ക് ചെയ്ത് വന്നു.
പക്ഷേ റിസൾട്ട് വന്നപ്പം ലൈക്ക് നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല. സാറ് സത്യം പറഞ്ഞൊരു അത്യാവസ്ഥ ചോദിക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളി സങ്കടമുണ്ടെന്ന് വെച്ചാൽ എങ്ങും എത്താറാവും. ലൈക്ക് മാർക്ക് വരുമ്പം മാർക്ക് ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. നീ കഷ്ടപ്പെട്ടോ കഷ്ടപ്പെട്ടില്ലയോ, നീ പഠിക്കാനായിട്ടാണോ, നീ പഠിക്കാനായിട്ടാണേ പറയൂ. എനിക്കത് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് എനിക്ക് റിഗ്രറ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല രീതിയുണ്ട്, പക്ഷേ എന്തിനാണെന്നും എനിക്കറിയത്തില്ല. എനിവേ എക്സാം ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് സത്യം പറഞ്ഞാൽ ടൈം ശരിക്കും കളയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും വരുന്നുണ്ട്. എന്താ ഇനിയിപ്പോൾ കഴിഞ്ഞ എക്സാം അത്യാവശ്യം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഹിന്ദിയും കമ്പ്യൂട്ടറും പിന്നെ +1 മാത്സ് ഇമ്പ്രൂവ്മെൻറ്റും ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ എനിക്ക്. അതും കൂടെ കഴിഞ്ഞ് പണ്ടാരൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഫസ്റ്റ് സത്യം പറയാം, എനിക്ക് ഇത്രയും വൃത്തിയായിട്ട് ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. +1 ഒന്നും പഠിച്ചിട്ട് പോയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം തലേദിവസം നമ്മൾ വൃത്തിക്ക് പഠിക്കായിരുന്നു. അങ്ങനെ തലേദിവസം പഠിച്ചുകൊണ്ട് പോയതിൻ്റെ ഒരു പക്ഷേ ഇത്തവണ +2 ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ പഠിച്ചു വെച്ചു ജനുവരി ഫെബ്രുവരിയൊക്കെ ആയപ്പം. പക്ഷേ വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ലെന്ന് തന്നെ പറയാം. സോ പക്ഷേ റിസൾട്ട് വരുമ്പം എനിക്ക് നല്ല രീതി അറിയാം. ലൈക്ക് മാർക്ക് നല്ലപോലെ കുറയും, പെർസെൻറ്റേജ് അത്യാവശ്യം കുറയും, നല്ല രീതി കുറയും. അപ്പോൾ ഗൈസ് അപ്പം ഇത്രയോട് പറയാനുള്ളൂ. എക്സാം ഈസി ആവട്ടെ ഇതാവട്ടെ. ലൈക്ക് ഞാൻ ഈ ഇപ്പോൾ പോകുന്ന വെച്ചാൽ നമ്മുടെ ഷാഹിദ് സാറുണ്ടല്ലോ, സാറിൻ്റെ ആ ഒരു ഇതുപോലെ തന്നെ ലൈക്ക് നമ്മൾ എഫേർട്ട് ഇട്ടു. അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ്, അതായത് എനിക്ക് ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു, നീ ഏതെങ്കിലും ഒരു പോയിന്റ് സെസ് ആവും. +2ൻ്റെ റിസൾട്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. പക്ഷേ നാട്ടുകാർ, വീട്ടുകാർ, ടീച്ചേഴ്സ് എല്ലാവരും ബ്ലെയിം ചെയ്യും. അത് തന്നെയാണ് മെയിൻ പ്രശ്നം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. സോ വേണ്ട ബൈ ഗൈസ്.